പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടിൻ്റെ തൊടിയിലും പറമ്പിലും കാണപ്പെടുന്ന അല്ലെങ്കിൽ കാണപ്പെട്ടിരുന്ന സസ്യങ്ങളും വീട്ടിൽ അലങ്കാരത്തിന് വളർത്തുന്ന സസ്യങ്ങളെയും ഒന്ന് പരിചയപ്പെടാനുള്ള അല്ലെങ്കിൽ ഓർമ്മ പുതുക്കാനുള്ള ഒരു വീഡിയോ പരമ്പരയാണ് ഉദ്ദേശിക്കുന്നത്. അധികം പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല. ആദ്യ എപ്പിസോഡിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇരുവേലി എന്ന ചെടിയാണ്. ഇല ഹൃദയ ആകൃതിയിലുള്ള ഈ ചെടി ഒരു ഔഷധ സസ്യമാണ്. നാട്ടിൻപുറങ്ങളിൽ ചുമക്കൂർക്കല എന്നൊക്കെ അറിയപ്പെടുന്നു. പടർന്നു പോകുന്ന സസ്യമാണ്. വേര് കിഴങ്ങ് രൂപത്തിലാണ്. ഇലയിലും തണ്ടിലും രോമാവൃതമായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ പനിക്കൂർക്കലയുടെ അനിയത്തിയെപ്പോലെ കാണുമ്പോൾ സാമ്യം തോന്നുമെങ്കിലും തികച്ചും വ്യത്യസ്തമായ ചെടിയാണ്. ഇലയുടെ ഘടനയിലും ഗന്ധത്തിലും പ്രകടമായ വ്യത്യാസമുണ്ട്. ഇനി ബൊട്ടാണിക്കൽ നെയിം നോക്കുകയാണെങ്കിൽ കോളസ് സെനിക്കസ് എന്നാണ്. ഇംഗ്ലീഷിൽ ഇന്ത്യൻ കോളസ് എന്നറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ ഹൃവേര എന്ന പേരുണ്ട്. മലയാളത്തിൽ നമ്മൾ പറഞ്ഞു ഇരുവേലി അല്ലെങ്കിൽ ചുമക്കൂർക്ക എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാതം ശമിപ്പിക്കും. അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർ ഇതിൻ്റെ കിഴങ്ങ് സേവിക്കുന്നത് മുലപ്പാൽ വർദ്ധിക്കുമെന്നും ദേഹപുഷ്ടിക്ക് ഉപയോഗിക്കും. അതുപോലെ തന്നെ ദശമൂലാരിഷ്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ഇരുവേലി. മൂത്രസംബന്ധമായ അസുഖത്തിന് ഉപയോഗിക്കുന്നുണ്ട്. കഫം, പിത്തം എന്നിവയ്ക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഒരു നാട്ടുവൈദ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു പരിചയസമ്പന്നനായ ആയുർവേദ ഡോക്ടറുടെയോ മേൽനോട്ടത്തിൽ മാത്രമായിരിക്കണം. പിന്നെ ഇതൊരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടി ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ കമ്പ് മുറിച്ചിട്ടാണ് സാധാരണഗതിയിൽ നടുന്നത്. അത് തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്ന അന്നാണ് ഏറ്റവും ഉത്തമം എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയുമാണ് ഇരുവേലിയുടെ വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ചെടിയുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ലേജിഷ. ബൈ ബൈ.